സി ജോസഫൻ ഒരുപക്ഷേ നമുക്ക് നേരത്തെ ഇതൊരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് പോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഫക്ർ സാദിനെ ഇറാൻ്റെ ഏറ്റവും വലിയ ആണവശാസ്ത്രജ്ഞൻ ഫക്ർ സാദിനെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം നിരവധി ആണവശാസ്ത്രജ്ഞന്മാരെ, സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നു. ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തുന്നു. കൃത്യമൊരു ആസൂത്രണം, അതായത് വർഷങ്ങൾ നീണ്ട ഒരു ആസൂത്രണം, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ധാരണ കൃത്യമായി ഇസ്രായേലിനുണ്ട്. അത് നെതന്യാഹു വരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനമന്ത്രി വരുന്നോ എന്നുള്ളത് വിഷയമല്ല. അവിടെ മൊസാദ് ഉണ്ട്, വളരെ കൃത്യമാണ്. എങ്ങനെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കി എങ്ങനെ തകർക്കുക എന്നുള്ളത് കൃത്യം പ്ലാൻ. അതിൻ്റെ ഒടുവിലാണ് ഈ പറഞ്ഞതുപോലെ ഡോക്ടർ ഷിനാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ മനുഷ്യരാശിക്ക് നേരെ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം. ഇറാന് നേരെ മാത്രം നടത്തിയതല്ല, ആണവ നദാൻസ് പോലെയുള്ള ഒരു കേന്ദ്രത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഈ ചെയിൻ ഓഫ് ഇവൻറ്റ്സ്, ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതിന് ഇറാൻ ഇരയാകുന്നു. ഇറാൻ ഒരു വലിയ തിരിച്ചടി എന്ന് പറഞ്ഞത് വലിയ കൈപ്പേറിയ ഒരു തിരിച്ചടിക്ക് വേണ്ടി തയ്യാറാകൂ എന്ന് ഇസ്രായേൽ എന്ന് പറയുകയും ചെയ്തു. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചത് ഒരു നീണ്ട നാളത്തെ ആസൂത്രണം, നീണ്ട നാളത്തെ തിരക്കഥ. അതിന് ഇറാൻ ഒരു മറുപടി നൽകിയാൽ ലോകം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു, മധ്യേഷ്യ വലിയൊരു യുദ്ധ രീതിയിലേക്ക് പോകുന്നു. ഇറാനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘട്ടനത്തിൻ്റെ പ്രശ്നമല്ല. ഇത് വളരെ നാളുകളായി, വളരെ വർഷങ്ങളായി ഇസ്രായേൽ പദ്ധതിയിടുന്ന പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഒരു സംവിധാനം പശ്ചിമേഷ്യയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമാണിത്. എന്താണ് പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്നത്? പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതികൾക്കനുസരിച്ച് ഈ മുഴുവൻ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെയും കൊണ്ടുവരിക എന്ന ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഫലമാണ് ഈ ഒരു പേരാണ് ഈ പുതിയ ന്യൂ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, അത് 2000-ൽ തുടങ്ങിയതാണ്. ഈ എന്താണ് 9/11 സംഭവത്തിൻ്റെ പേരിൽ അതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഇടപെടുന്നു. അഫ്ഗാനിസ്ഥാൻ ഇടപെട്ടതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയുമായിട്ട് അവർ ഇറാഖിലേക്ക് വരുന്നു. ഇറാഖിൽ അവർ ആക്രമണം നടത്തുമ്പോൾ അതിനുവേണ്ടി അമേരിക്ക പറഞ്ഞ കാര്യം വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ജനങ്ങളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള ആയുധങ്ങൾ ഇറാഖിൻ്റെ കയ്യിലുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തരായ ഈ സദ്ദാം ഹുസൈൻ നയിക്കുന്ന രാജ്യത്തിൻ്റെ കയ്യിലുണ്ട് എന്ന പേരിൽ ആണ് അവർ ആക്രമണം നടത്താൻ വന്നത്. ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ കൊന്നു. അവിടെ ഒരു തരക്കേടില്ലാതെ, കുഴപ്പങ്ങളും കുറ്റങ്ങളുമൊക്കെ സദ്ദാം ഹുസൈൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും വളരെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന, വളരെ സെക്കുലറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന രാജ്യത്തെ ആ ഭരണാധികാരിയെ പിടിക്കുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തു. നമ്മൾ കാണേണ്ട കാര്യം, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന പേരിൽ വന്നിട്ട്, അതായത് ഇവിടെ കൂട്ടത്തോടെ ഈ ജനങ്ങളെ കൊല്ലാനുള്ള മാരകായുധങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂക്കിപ്പൊടിയുടെ വലിപ്പമുള്ള പൊടി പോലും ഇതിൻ്റെ ആയുധം പോലും കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ നമ്മൾ പറയുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസപ്ഷൻ എന്ന, അതായത് ജനങ്ങളെ ചതിച്ചുകൊണ്ട് അവരുടെ അമേരിക്കയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ന്യൂ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ഇറാഖിലെ പരിപാടി. ഇറാഖിലെ സദ്ദാം ഹുസൈനെ കൊന്നതിന് ശേഷം അവർ എന്താണ് നമ്മൾ പറയുന്ന ഈ ആരോ സ്പ്രിംഗ് എന്ന് പറയുന്ന പദ്ധതിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ലിബിയൻ ഭരണാധികാരിയെ അവർ മാറ്റുന്നു. ഇതിനെതിരായി ചെറുത്ത് നിന്ന് ആരൊക്കെയാണ്? ഇതിനെതിരായി ചേർത്ത് നിന്നതും ഇറാനും സിറിയയുമാണ്. ഇറാനും സിറിയയുമാണ് പിന്നെ അവരുടെ കണ്ണിലെ കരടായി മാറിയുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കി, ഇനി ഇറാനെയാണ് നമ്മൾ കീഴടക്കേണ്ടത് എന്നുള്ള ചിന്താഗതി അവരുടെ കയ്യിലുണ്ടായിരുന്നു. സിറിയയാണ് കീഴടക്കേണ്ടത് എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ സിറിയക്കെതിരായിട്ട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും എല്ലാം ചേർന്നുകൊണ്ട് നിരന്തരമായി സംഘർഷങ്ങളും സമരങ്ങളും പോരാട്ടങ്ങളും നടത്തി, ആർമികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തി. ഇങ്ങനെയെല്ലാം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ വർഷം ഈ സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അപ്പോൾ സിറിയൻ ഭരണം ഇനി ആരാ ചെറുത്ത് നിൽക്കുന്നത്? ഒരേ ഒരു കൂട്ടരേ, അതായത് ചെറുത്ത് നിന്നുകൊണ്ടിരുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹെസ്ബുള്ളയെ അവർക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹമാസ് വളരെ ക്ഷീണിച്ചു കഴിഞ്ഞു. അങ്ങനെ പശ്ചിമേഷ്യയിലെ, അതായത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ പറഞ്ഞ നിഗൂഢ പദ്ധതികൾക്കെതിരായി ചെറുത്ത് നിന്നുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ നിർവീര്യമാക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ളത് ആരാണ്? ഇനിയുള്ളത് ഇറാനാണ്. അപ്പോൾ ആ ഇറാനെ നിശേഷം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഇനി അവരുടെ കയ്യിലുള്ള, അതായത് അവരുടെ കൂടെ നിന്നിരുന്ന ഈ പറഞ്ഞ ഹെസ്ബുള്ളയെയും ഹമാസും ഹൂതികളെയും ഒക്കെ
ഒരു പരിധിവരെ കുറച്ച് ക്ഷീണിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അവരുടെ കയ്യിലുള്ള ആണവായുധത്തെ അറ്റാക്ക് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ നടത്തേണ്ട കാര്യം. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനെ ഇല്ലാതാക്കാം. അതിൻ്റെ ഒരു ഫലമായി അതിൻ്റെ 2 സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്, വളരെ കൃത്യമാണ് അവരുടെ കാര്യങ്ങൾ. ഒന്ന് ആണവ ശാസ്ത്രജ്ഞന്മാരെ 6 ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇന്ന് ഈ പ്രിസിഷൻ അറ്റാക്കിലൂടെ വധിച്ചിരിക്കുന്നത്. ഈ ഇറാൻ സേനയുടെ നേതാക്കന്മാരെ 3 or 4 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊന്നിരിക്കുന്നു. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ സമാധാനം ഉണ്ടാക്കിയ, അതിന് നേതൃത്വം കൊടുത്ത ഇറാൻ്റെ ഭരണാധികാരിയുടെ അഡ്വൈസറായിരുന്ന ആളിനെ കൊല്ലുന്നു. അങ്ങനെ അതായത് ശാസ്ത്രജ്ഞന്മാരെയും സൈനിക നേതാക്കന്മാരെയും കൊല്ലുക, അതോടൊപ്പം ഈ നഥാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിനെതിരെ ആക്രമിക്കുക. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവിടെ ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു കാപട്യമുണ്ട്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് സപ്പോറിഷ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആണവ പ്ലാന്റിന് അടുത്ത് മിസൈൽ വന്ന് വീണു. എന്ത് പുകിലാണ് ഇവിടെ ഉണ്ടാക്കിയത്. റഷ്യതായുധ ആണവ ആക്രമണം നടത്തി, പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇവിടെ ലോക സമാധാനം ഇല്ലാതാകാൻ പോകുന്നു. 3ാം ലോക മഹായുദ്ധം വരാൻ പോകുന്നു. യൂറോപ്പ് മുഴുക്കെ അപകടത്തിലായിരിക്കുന്നു. ആണവ വ്യാപനം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ. ഈ ആക്രമണം നടത്തിയല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇറാന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് എന്ത് അവകാശം? ആരാണ് ഇസ്രായേലിന് അധികാരം കൊടുത്തത്? അന്തർദേശീയ സമൂഹമോ ഐക്യരാഷ്ട്ര സംഘടനയോ അവകാശം കൊടുത്തോ? ഒന്നുമില്ല. അതായത് എന്തെങ്കിലും ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഈ ആക്രമണം ഈ ഇറാനെതിരെ നടത്തിയിട്ട് ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കനെ വിമർശിച്ചു, ഇറാനെതിരെ നടത്തിയ ആക്രമണം. താങ്കൾ പറഞ്ഞ ശ്രീ ടി പി ശ്രീനിവാസൻ, പക്ഷേ ഈ വിഷയമുണ്ടായപ്പോൾ, ഇന്നത്തെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ, ലോക ജനത കാത്തിരുന്നാണ് അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവന മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒടുവിലെ ഈ സമയത്ത് പോലും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. നമുക്കറിയാം അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ പുലർത്തുന്ന നിലപാട് എന്താണെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കാത്തിരിക്കുന്നുണ്ട്. കാരണം പുതിയ ഈ സാഹചര്യത്തിൽ ഏറ്റവും നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്, നേരത്തെ ഉണ്ടാകാത്തതായ ഒരു സവിശേഷ സാഹചര്യം, ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, അത് കടന്ന കൈയാണ് എന്ന തരത്തിൽ പറയാൻ പോലും അറബ് രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. ആ ഒരു തന്ത്രം എന്താണ്? താങ്കൾക്ക് അവിടെ ആ മേഖലകളിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. എന്താണ് കാലങ്ങളായി അറബ് രാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ഇന്ന് പോലും കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്തത് എന്താണ്? സിജു അതിനകത്തൊരു കാര്യം പറയാനുണ്ട്. അതായത് അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഈ ആക്രമണത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല സൗദി അറേബ്യ ഉപയോഗിച്ചൊരു വാക്ക് പ്രധാനമാണ്. സൗദി പറഞ്ഞത് ഞങ്ങളുടെ സഹോദര രാജ്യമായ ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ, അത് ബ്രിട്ടനാവട്ടെ, അമേരിക്കയാവട്ടെ, ഫ്രാൻസ് ആവട്ടെ, ഇവരാരും തന്നെ ഈ ആക്രമണത്തെ, അതായത് ഈ ആണവായുധ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ അല്ല, ഈ ആക്രമണത്തെ പോലും വിമർശിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല ഇങ്ങനെ ആണവായുധ കേന്ദ്രത്തിനെതിരെ ആക്രമണം നടത്തരുത് എന്നൊരു പരാമർശം പോലും നടത്തില്ല. അതാ ഞാൻ പറയും ഹിപ്പോക്രസി. പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്യം, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളുടെ കാപട്യം നമ്മൾ ഈ ആക്രമണത്തിലും, ഈ റഷ്യ ഉക്രൈൻ ആക്രമണത്തിലും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ ജോസഫ്